പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. My dear brothers and sisters, we are going through a very difficult times these times. പ്രത്യേകിച്ചും ഗൾഫിലുള്ള നിങ്ങളെ പ്രിയപ്പെട്ടവര് യുദ്ധത്തിൻ്റെയും ഒക്കെയായ ആ കാര്യങ്ങൾ കൂടുതൽ അതിൻ്റെ വിഷമാവസ്ഥ അനുഭവിക്കുന്നവരാണ്. Especially those who are staying in the Gulf, you all must be experiencing the distress in these times. എന്നാൽ നമുക്കൊരു ദൈവമുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. But we have a Lord, that is what we have been speaking about. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. And that God hears our prayers. നമ്മുടെ ഹൃദയത്തിൻ്റെ ലാളിത്യം അവിടുന്ന് വിലപ്പെട്ടതായിട്ട് കണക്കിലെടുക്കുന്നു. And the honesty of our heart, you take very much importance to it. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും അതിലാണ് അവിടുന്ന് ശ്രദ്ധിക്കുന്നത്. And you look into our pure and simple devotion of our heart. അതുകൊണ്ട് ആ ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് നമ്മൾ വിശുദ്ധിയെ തേക്കുക, ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. And in relation to that, we have to perfect holiness, cleansing ourselves. This is what we have to do ourselves. അങ്ങനെയൊക്കെ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷമായിട്ടായിരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And as we move in our Christian life forward, the Lord expects us to be joyful. മനുഷ്യരെ പലരും വിശ്വാസികളാണെങ്കിൽ പോലും വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളിൽ പലതും ആകുല ചിന്തകളോ ഭാരങ്ങളോ അല്ലെങ്കിൽ പേടി കലർന്ന ആ നിലയിലുള്ള ചിന്തകളോ ഒക്കെ ആകാം. Even though many of us are believers, many times when we are sitting alone, the thoughts that come into our hearts can be anxious, can be fearful, can be burdensome. So many thoughts can come into our mind. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവര്, നമ്മൾ കാണുന്നവര്, നമ്മുടെ സമൂഹത്തിലുള്ളവര്, അവരുടെ ചിന്തകളും ഒക്കെ ഒരളവിൽ നമ്മളെയും സ്വാധീനിക്കുകയും നമ്മളും പലപ്പോഴും ആ സാഹചര്യത്തിന് കീഴടങ്ങി ആകുല ചിന്തയുള്ളവരോ ഭാരപ്പെട്ടവരോ ഒക്കെ ആയി മാറി എന്ന് വരാം. Even when we are living in this world, we might be interacting with the people in the world, the colleagues in our office. Their thoughts and their thought process also can influence us, and that can also make us anxious. എന്നാൽ കർത്താവിനോട് ഒരു ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ കൊച്ചു കൊച്ചു ഇങ്ങീ നിലയിലുള്ള ഭയങ്ങളൊക്കെ മാറി നമ്മൾ സന്തോഷമായിട്ടും ധൈര്യമായിട്ടുമായിരിക്കും. But when we have an intimate relationship with the Lord, when we are having a pure and devotion with the Lord, all these small anxious thoughts will slowly drift away. പലപ്പോഴും ഞാൻ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ, സമാധാനമായിരിപ്പീൻ എന്നുള്ളതൊക്കെ വായിക്കുമ്പോൾ അത് എഴുതിയ ലേഖനകർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളും എതിർപ്പുകൾക്കും ഇടയിൽ നിന്നുകൊണ്ടോ ആണ് സന്തോഷിപ്പീൻ എന്നൊക്കെ പറയുന്നത്. And even when reading in the epistles about when we are told to be joyful, when we are told to be rejoicing, when I look back, the person who wrote these epistles, he had gone through tremendous hardships. He must be writing these epistles in jail or in various difficult circumstances. ക്രിസ്തീയതയുടെ ഒരു പ്രത്യേകതയാണത്. And that is was very good. Not it's actually an aspect of Christianity. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റാനായിട്ടൊക്കെയില്ല, പക്ഷെ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനോഭാവം തന്നെ മാറ്റാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനും ധൈര്യമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും കഴിയും. My dear brothers and sisters, we might not be able to change the situation around us, but we can change our own self by keeping ourselves in the Lord, by rejoicing in the Lord. നമുക്ക് സന്തോഷിക്കുന്നതിനെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ പൗലോസ് പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. And as the Apostle Paul has exhorted us to be joyful and be rejoicing in the Lord, we could read from Philippians chapter 4, verse
4 towards 9. അവിടെ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Over here it reads in chapter 4 verse 4, rejoice all in the Lord always. Again I will say rejoice. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ കണ്ടോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ മതി. In verse 6 it mentions, be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known to God. അങ്ങനെ ആയിരിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന നമ്മുടെ റാഷണലായ ചിന്തകളെയൊക്കെ അതിനെയെല്ലാം ദൈവസമാധാനം എന്ത് ചെയ്യും, അതിനെ കാക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ അത് വാഴുകയും ചെയ്യും. And in verse 7 it says that a peace that surpasses all understanding, all our rational thoughts, it will guard our hearts and minds. എന്നിട്ട് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇങ്ങനെയുള്ളതൊക്കെ മാത്രം ചിന്തിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നു. And in verse 8 it says that whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, and whatever, if any virtue, think of, meditate on these things. അതിന്റെ നമ്മൾ അവസാന വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കും എന്ന് പറയുന്നു. And in verse 9 it says that the God of peace will be with you. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ നമ്മൾ ഈ വായിച്ചിടത്തൊക്കെയും സന്തോഷിക്കാനും വിചാരപ്പെടാതിരിക്കാനും നന്ദി പറയാനും സമാധാനത്തിലായിരിക്കാനും പോസിറ്റീവായ കാര്യം ചിന്തിച്ചോളാനും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. My dear brothers and sisters, over here it mentions always to rejoice in the Lord and not to be anxious for anything, to think about positive things, and the peace of God will be with us. പ്രത്യേകിച്ചും നമ്മൾ ചിന്തിച്ചത് 2 കൊരിന്ത്യർ 11 നമ്മുടെ മനസ്സ്, ഹൃദയം ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നാണല്ലോ ചിന്തിച്ചത്. And we have been meditating upon 2 Corinthians chapter 11 that our mind should have a pure and simple devotion towards Christ. ഇവിടെ 4-ന്റെ 8-ാമത്തെ വാക്യത്തിലും കണ്ടോ, ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചിന്തിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരെണ്ണം പോലും നിഷേധാത്മകമായ ഒരു കാര്യം പോലും പറയുന്നില്ല. And over here in verse 8, whatever we ought to think, it is very clearly written, nothing to be disregarded. അവിടെ കണ്ടോ, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്, ഇതെല്ലാം മാത്രം ചിന്തിച്ചു കൊള്ളുവീൻ. We read that whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there is any virtue, if there is any praiseworthy, meditate on these things. ഇവിടെ നിഷേധാത്മകമായ നെഗറ്റീവായ ഒരു കാര്യം പോലും പറയുന്നില്ല, ശ്രദ്ധിക്കണം. And nothing is mentioned anything negative over here. അപ്പൊ നമുക്ക് ഈ നിലയിൽ ചിന്തിച്ചു കൊള്ളാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണല്ലോ പൗലോസ് ചിന്തിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നത്. So we can also think in these aspects. That is why Paul is writing this to us. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ താലോലിക്കണ്ട. So that's why if any negative thought comes to us, we need not meditate on it. നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തി, നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്, അവിടുന്നാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ നിഷേധാത്മകമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയും നിർമ്മലവും സൽഗുണവും പുകഴ്ചയും അതൊക്കെ ഞാൻ ചിന്തിക്കാം എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ആ നിലയിൽ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. If we have a Father in heaven, we could take all our heart's desire, everything towards Him. And if there is anything negative that is coming, we could decide it, and we could think what is noble, whatever things are pure, whatever things are just,
and we could move forward in this Christian walk. സഹോദരി സഹോദരന്മാരെ, ചിന്താകുലവും ഭാരവും വേണ്ട. My dear brothers and sisters, we need not take any burden or any anxious thoughts. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് കേട്ടോ. When we turn to Psalms 55 verse 22, what David says. 55-ന്റെ 22. Psalms 55 verse 22. അവിടെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. It reads, cast your burden on the Lord. 37-ാം സങ്കീർത്തനവും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. And Psalm 37 is also a psalm that David had written. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. And in verse 5 it reads, commit your way to the Lord. കണ്ടോ, ഭാരങ്ങള്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകും, ഇതെല്ലാം ദൈവത്തിന്റെ മേലിടാനും ദൈവത്തെ ഭരമേൽപ്പിക്കാനും പഴയ നിയമഭക്തരായ ദാവീദിന് പോലും അറിയാമായിരുന്നു. ദാവീദ് ആ നിലയിലാണ് ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. We could see the Old Testament saying David is telling us to cast our burden to the Lord and commit our ways to the Lord. This is what David has been encouraging them. നമുക്ക് ഈ സങ്കീർത്തനങ്ങളൊക്കെ ചെറുപ്പം മുതലേ അറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും ഈ നിലയിൽ ഭാരങ്ങളും നമ്മുടെ വഴികളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ചിന്തകളിൽ നമുക്ക് ആ നിലയിൽ നിഷേധാത്മകമായ കാര്യങ്ങളെ വിട്ടുകളയാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. Even though knowing these psalms even in a very young age, are we actually really giving ourselves to the Lord, or are we can really putting away negative thoughts? We can really introspect our own lives. നമുക്ക് ഫിലിപ്പിയർ 4:8 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വാക്യത്തിലേക്ക് മടങ്ങി വരാം. We could turn back to the words in Philippians 4 where we are meditating. ഈ നിലയിൽ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനും അതുപോലെ തന്നെ ദൈവസമാധാനത്തിലായിരിക്കാനും ക്രിസ്തുയേശുവിങ്കൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ എന്ന് അതിൻ്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങളോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Only in this way, when we are keeping our minds on these positive things, is where when we could really rejoice in the Lord, and the peace of God will be with us, so that all our thoughts, means our understanding everything, the peace of God will really surpass everything. ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ടെക്നിക്കല്ല പറയുന്നത്, മറിച്ച് നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സ്നേഹനിധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് കഴിയുന്നത്. I'm not telling you a technique, but I'm encouraging you that we have a Father in heaven. He is a God Almighty. He loves us, and all things are possible through Him in these. ഈ സെക്കുലർ രംഗത്ത്, അതായത് ക്രിസ്തീയ ലോകമല്ലാത്ത സെക്കുലർ രംഗത്ത് വളരെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ പോപ്പുലറായ ഒരു ചിന്തയുണ്ട്. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണത്. Outside Christendom, in the secular world, there is a very popular thinking saying that the power of positive thinking. എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ, നിഷേധാത്മകമായ ഒന്നും ചിന്തിക്കരുത്, പോസിറ്റീവായ കാര്യങ്ങളെ ചിന്തിക്കാവൂ, അങ്ങനെ നമ്മൾ എല്ലാറ്റിനെയും പോസിറ്റീവായിട്ട് എടുത്ത് ജീവിക്കണം. ഇതാണ് ഈ ചിന്തയുടെ അടിസ്ഥാനം. And the basis of this thought process is that we should not take any negative thoughts to us, but only think positive and live accordingly. പക്ഷെ ഇത് പറഞ്ഞിട്ടുള്ള, ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ഈ ചിന്തകരൊന്നും ദൈവവിശ്വാസികളൊന്നുമല്ല. And the authors who have written these books or these thoughts, they are not believers in God. എങ്ങനെയാണ് ആ നിലയിൽ വിഷമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും അതുപോലെ ജീവിക്കാനായിട്ട് പഠിക്കുകയും ചെയ്യുന്നത്? ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നത് പ്രസിദ്ധമായ ഒരു ആ നിലയിലുള്ള ഒരു പുസ്തകമാണ്. എന്ന് പറയുന്നതും അതുപോലൊരു പുസ്തകമാണ്. ബ്രദർ, ആ പുസ്തകത്തിന്റെ പേര് ഒരു വട്ടം കൂടി പറയാം. ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്.
Yeah, and this is a famous book that the author wrote, that how to stop worrying and how to start living. മറ്റൊന്ന് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. And the other book is The Power of Positive Thinking. ഇതൊക്കെ ഒത്തിരി പേരെ സ്വാധീനിച്ച ആ നിലയിലുള്ള ചിന്തകളൊക്കെയാണ്. And these books have influenced many people. പക്ഷേ അവര് എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ അതിനെ അടിസ്ഥാനപ്പെട്ട് ഉണ്ടായിരിക്കുന്ന കാഴ്ചപ്പാടുകളോ അതിൻ്റെ ഉപജ്ഞാതാക്കളൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ദൈവവിശ്വാസത്തിലല്ല അതിൻ്റെ അടിത്തറ. And the authors who have written this, it is not according to their thought process, and as well as they are not believing in God, and so they do not have any foundation in this. ഈ കാഴ്ചപ്പാടുകൾ ഏറ്റവും കൂടുതൽ ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ കൊണ്ടു നടന്ന രണ്ടുപേരെ കുറിച്ച് ഞാൻ കഴിഞ്ഞിടെ വായിക്കാനിടയായി. I came to read about a husband and wife who were influenced and who was living with these thought process. ജോൺ ലിറ്റിംഗ് എന്നാണ് ആ പുരുഷന്റെ പേര്. 48 വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജോൺ ലിറ്റിംഗ്. And the husband's name was John Litting. He was aged 48. അദ്ദേഹത്തിന്റെ ഭാര്യ ലിനെ റോസൺ 46 വയസ്സ്. And his wife Line Rose, 46 years old. അവർ രണ്ടുപേരും ഈ നിലയിൽ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആ ചിന്തകളെ വളരെ ആളുകളുടെ ചിന്തകളിൽ കൊണ്ടുവരാനും അതിനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. And these husband and wife, they have propagated this way of positive thinking amongst many people around. അതിൽ ജോൺ ലീറ്റിംഗ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരുന്നു. And in that, the husband, John Litting, was a motivational speaker. ഭാര്യ ലിനെ റോസൺ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയിരുന്നു. And wife Line Rosen was a psychotherapist. അവരൊരു വളരെ പോപ്പുലറായ ഒരു റേഡിയോ ഷോയെ ആ നിലയിൽ സ്വയം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേഡിയോ പ്രോഗ്രാം നടത്തിയിരുന്നത് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്. എന്ന് വെച്ചാൽ സന്തോഷത്തിന് വേണ്ടിയുള്ള അന്വേഷണമെന്നോ മറ്റോ പറയാം. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. And they were hosting a radio show in terms of this thought process called The Pursuit of Happiness. അതുപോലെ തന്നെ ആളുകളുടെ ആന്തരിക ശക്തിയെ ഉണർത്താൻ വേണ്ടി ഒരു ലൈഫ് കോച്ചിങ് പരിശീലന ക്ലാസ് അവർ നടത്തി വന്നിരുന്നു. വൈ നോട്ട് നൗ എന്നായിരുന്നു അതിൻ്റെ ആ പരിശീലന ക്ലാസിൻ്റെ പേരായിട്ട് അവർ കൊടുത്തിരുന്നത്. വൈ നോട്ട് നൗ, ഇപ്പോഴല്ലെങ്കിൽ. And they were training people to get the inner strength from the inner man, and a coaching class which they were giving called Why Not Now. ന്യൂയോർക്ക് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിളായിരുന്നു ഇവര്. ന്യൂയോർക്ക് സിറ്റി. And they were a couple based in New York City. അപ്പോൾ അവരുടെ ഈ ചിന്തകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, മറ്റൊന്നും വേണ്ട. And all they are thinking, the foundation of the thinking was that we just need to think positively. പക്ഷേ 2013 ജൂൺ 3 നേരം പുലർന്നപ്പോൾ, 2013 ജൂൺ 3 in 2013 on the morning of in June, അവരുടെ പാർക്ക് സ്ലോട്ട് അപ്പാർട്ട്മെന്റില് രാവിലെ അത് തുറക്കാതെ വന്നപ്പോ ആളുകള് അവിടെ ചെന്നപ്പോ ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്ത് കിടക്കുന്നതാണ് കാണാനിടയായത്. When in the morning of June 3rd, when their apartment door, when it was not being opened, they found out that these two couples have committed suicide. ഇവർ മാത്രമല്ല, ഈ നിലയിൽ ദൈവത്തെ അറിയാതെ പോസിറ്റീവ് തിങ്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളും പറഞ്ഞിരുന്ന പലരും പോലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ താങ്ങാനൊക്കാതെ അവർ തന്നെ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. And not only these couples, even other people who have propagated the power of positive thinking without backing of God, they also have come to a point where they were not able to withstand the pressure and they have committed suicide.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് വിശ്വാസികൾക്കാണ്, ദൈവമക്കളായ നമുക്കാണ് അത് ആ, യഥാർത്ഥത്തിൽ നമുക്കാണ് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നത്. But my dear children, actually, we being the children of God, it is actually to us that God has given us these truth, and we are the ones who could truly give these positive thinking. മത്തായി 6-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പർവ്വത പ്രസംഗത്തില് കർത്താവ് അതിന്റെ 6:25 പറഞ്ഞിരിക്കുന്നത് കണ്ടോ? In the Beatitudes, where Lord Jesus tells in Matthew chapter 6, verse 26. 25 നമ്മൾ കാണുന്നത്, നിങ്ങൾ വിചാരപ്പെടരുത്, ശരീരത്തിനായി വിചാരപ്പെടരുത് എന്നവിടെ പറയുന്നു. And in verse 25 it says, do not worry about your life. അതിന്റെ 27 വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്ന് കർത്താവ് ചോദിക്കുന്നു. And the Lord asks in verse 27, which of you by worrying can add 1 cubit to his stature? അതിന്റെ 31 എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത് എന്ന് മൂന്നാമതും കർത്താവ് പറയുന്നു. And the third time the Lord is repeating in verse 31, therefore do not worry, saying, what shall we eat, what shall we drink, or what shall we wear? ഒരു തരം, 2 തരം, 3 തരം എന്ന് പറഞ്ഞ് 3 വട്ടം പറഞ്ഞാൽ പിന്നെ അത് ഉറപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഇവിടെ ഇതാ, വിചാരപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ലെന്ന് കർത്താവ് അടുത്തടുത്ത വാക്യങ്ങളിൽ 3 വട്ടം പറഞ്ഞിരിക്കുന്നു. And just like in an auction where it says that 1 time, 2 times, 3 times the Lord is telling that do not worry. So that means it's cemented that what he's telling us, do not worry. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്താകുലം വേണ്ട എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? Why is it, my dear brothers and sisters, that the Lord Jesus has told us, do not worry? 6:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കണ്ടോ? നമ്മളെ കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്, കരുതുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ വിചാരപ്പെടണ്ട എന്ന് കർത്താവ് അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നു. And the Lord gives a reason why we need not worry is because there is a Father in heaven who cares for us, who looks after us, so we need not worry about it. കർത്താവ് ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക, അതുപോലെ വയലിലെ താമരയെ നോക്കുക എന്നൊക്കെ പറയുന്നു. And God is giving us, Jesus is giving us examples that look at the flowers in the field and look at the birds in the air. ഈ പറവകളെയൊക്കെ പോറ്റുന്ന ദൈവത്തെക്കുറിച്ച് അവിടെ ഒരു വിശേഷണം പറഞ്ഞേക്കുന്ന കണ്ടോ? And the God who looks after these birds, there is a beautiful thing that the Lord has told over there. അതിന്റെ 26-ാമത്തെ വാക്യം, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. In Matthew 6 verse 26 it says that look at the birds of the air, for they neither sow nor reap nor gather into barns, yet your heavenly Father feeds them. ഞാൻ വിചാരിച്ചു ഇത് എഴുതി വന്നപ്പോൾ വല്ല പെശകു വന്നതാണോ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. When I read this, I initially thought, was there any mistake written over here? But it's the same thing that is written even in the other Gospels, which says that your heavenly Father feeds them. അതായത് ആകാശത്തിലെ പറവയ്ക്ക് വിതയ്ക്കാതെയും കൊയ്യാതെയും കളപ്പുരയിൽ കൂട്ടിവെക്കാതെയും അതിനെ നടത്തുന്ന ദൈവത്തെ പറവകളുടെ പിതാവെന്നല്ലേ പറയേണ്ടത്? പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. പറവകളെ പോലും പോറ്റുന്നത് നമ്മുടെ പിതാവാണെങ്കിൽ ആ പിതാവ് നമ്മളെ പോറ്റുകയില്ലേ? ഇതാ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. And what I thought was that if the birds who neither sow nor reap and gather into barns, if it is our heavenly Father who is looking after them, shouldn't be told that it is the bird's heavenly Father, but over there it is the otherwise it is telling about our heavenly Father. നമ്മുടെ സ്വർഗീയ പിതാവ് ഈ പറവയെ പോലും പോറ്റുന്നെങ്കിൽ
നമ്മുടെ സ്വർഗീയ പിതാവ് സ്വന്തം മക്കളായ നമ്മളെ പോറ്റുകയില്ലേ, പിന്നെന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? So if our Heavenly Father is looking after these birds, so for sure that He will also look after us, our children. So why should we be anxious? വയലിലെ താമരയെ മനോഹരമായിട്ട് അവിടുന്ന് വളർത്തുന്നെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ ആ നിലയിൽ കരുതാതിരിക്കുമോ? അതിന്റെ താഴെ പറയുന്നു. And just beneath it, it's saying that if our Heavenly Father looks after the flowers in the field, so how much more will He also look after us? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട, ചിന്താകുലം വേണ്ട എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So, my dear brothers and sisters, what the Lord is encouraging us is that we have a Heavenly Father, so we need not be anxious, we need not be burdened. ചിന്താകുലം എന്ന് പറയുമ്പോൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള ചിന്തയല്ല. And ചിന്താ our thoughts should not only be that earthly thoughts. ചിലര്, ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ, വിശ്വാസികളായ ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും അവരുടെ തന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് ചിന്താകുലമാണ്. നമുക്ക് ബ്രദറെ ഇങ്ങനെ വല്ലതും പോകാനൊക്കുമോ? നമുക്ക് ആ നിലയിൽ ഇന്നാരിന്നാരൊക്കെ കണ്ടോ, അവരൊക്കെ മാറിപ്പോയി, നമ്മൾക്ക് നിൽക്കാൻ വല്ലതും നമ്മളെ കൊണ്ട് ഒക്കുമോ? അവർ അത്രയൊന്നും നമുക്ക് ആ നിലയിൽ ഭക്തിയോ ഇതോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും അവരെ നിലനിർത്തുന്ന ദൈവത്തെ സംശയിച്ച് ചിന്താകുലപ്പെടുന്നത് പോലെ പലപ്പോഴും പറയാറുണ്ട്. Even in the spiritual sense, talk to some brothers, they also would come with concern saying that, brother, is it possible that we would also be able to stand? Because there are other people who are much far better than us. They are not able to stand. Then how can we stand in the same way? So will not our Heavenly Father look after us? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഒരു ആകുല ചിന്ത വേണ്ട. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നമ്മളെ കരുതും. വിശ്വാസത്തോടെ തന്നെ ആശ്രയിച്ചാൽ മതി. My dear brothers and sisters, even in the spiritual aspect, we need not have any anxious or burdensome thought. We could believe that we have a Heavenly Father. He will look after us. വിശ്വാസവും ആശ്രയവും അതുപോലെ ആകുല ചിന്തയും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. Faith and dependence are two different things. വിശ്വാസവും ആശ്രയവും ഒരു കാര്യവും ആകുല ചിന്ത മറ്റൊരു കാര്യവുമാണ്. ആകുല ചിന്തപ്പെടുമ്പോൾ നമ്മൾ ആശ്രയിക്കുകയല്ല, രണ്ടും വ്യത്യാസമാണ്. ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. Yeah, we need to know the difference in that. Faith and dependence is one thing, but anxious thoughts is another thing. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊരു ദൈവം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളത് കൊണ്ട് നമുക്ക് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പവർ സത്യത്തിൽ നമുക്കാണ് കൊണ്ട് നടക്കാൻ ഒക്കുന്നത്. അത് നമുക്കാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, അല്ലാതെ ഈ സെക്കുലറായ ഈ ആളുകൾക്കല്ല. My dear brothers and sisters, because we have a Father in heaven, it is we who are actually we could enable to have positive thinking. Not the secular world should be having this. ഇതിൻ്റെ വക്താക്കളായിരുന്ന ജോൺ ലിറ്റിങ്ങും ലിനെ റോസനും ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. And we heard that the authors of these positive thinking, John Litting and Lene Roswell, they have committed suicide. എന്താ കാര്യം? അവർ ഇതൊക്കെ പറയുന്നെങ്കിലും ഈ ചിന്താകുലപ്പെടാതെ ഇരിക്കാനായിട്ട് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവത്തിൽ അവർക്ക് വിശ്വാസമോ ആശ്രയമോ ഇല്ലായിരുന്നു. And what is the reason that they took this drastic decision was that just like we have a Heavenly Father who is looking and taking care of us, they did not have that faith and dependence on God. ഇവിടെ ഫിലിപ്പിയർ 4:13 പൗലോസ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ? 4:13. Over here, we can turn back to Philippians 4:13. We could see what Paul is writing over here. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ I can do all things here. I can do all things through Christ who strengthens me. ഈ ക്രിസ്തീയ ഓട്ടം പൂർത്തിയാക്കാനും ഒരു നല്ല അന്ത്യം പ്രാപിക്കാനും ഓട്ടം തികയ്ക്കാനും ഒക്കെ ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്തുകൊണ്ട്?
എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, എൻ്റെ സ്വർഗീയ പിതാവുണ്ട്. To complete this Christian walk and this Christian race, we could truly believe that we can do all things through Christ who strengthens me. We have a heavenly Father who will enable us to do this. പലരും വിശ്വാസികളായ പലരും പറയുന്ന, ബ്രദറെ എനിക്ക് അതിനൊരു ശക്തി തോന്നുന്നില്ല, ഒരു ശക്തിയില്ല എന്ന്. പക്ഷെ ഇവിടെ കണ്ടോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Many of the believers tells me that, brother, I do not have the strength to do this. But over here, it's very clearly written that we can do all things through Christ who strengthens us. ഇതിനെക്കുറിച്ച് മൂലഭാഷയിലെ ഗ്രീക്കില് ഇതിനെക്കുറിച്ച് എൻ്റെ ഉള്ളിലേക്ക് ശക്തി പമ്പ് ചെയ്യുന്നവൻ എന്നുള്ള നിലയിലാണ് എഴുതിയിട്ടുള്ളത്. എന്നെ ശക്തനാക്കുന്നവൻ എന്നുള്ളത് എൻ്റെ ഉള്ളിലേക്ക് ശക്തി പമ്പ് ചെയ്യുന്നവൻ. നോക്കുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ തക്ക സമയത്ത് നമുക്ക് ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്ന വലിയവനായ ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. സ്വർഗസ്ഥനായ ആ പിതാവ് നമ്മുടെ പിതാവാണ്. When we look into the verse, the root word in Greek, the meaning says that it is Christ who pumps the strength inside of us. So we could have this thought that it is our Heavenly Father who is the one who gives us the strength to do this. അതുകൊണ്ട് ഫിലിപ്പിയർ 4:4 മുതൽ 9 വരെ നമ്മൾ കണ്ടതുപോലെ സന്തോഷവും സമാധാനവും സ്തോത്രവും സത്യവും ഘനവും നീതിയായതും എല്ലാം അത് നമുക്ക് ആ നിലയിൽ ആ പോസിറ്റീവായ ആ കാര്യങ്ങളെ ചിന്തിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാം. And just as we saw in Philippians 4 verse 4 to 9, where it's saying that we need not have any anxious thought, but rejoicing in the Lord and giving thanks in all situations and having all thoughts which are pure and noble and which are good. And we could put all this into God's hands so that it is God who is enabling us to do all this. ഇതൊക്കെ പറയുമ്പോഴും ചിലർ ചിന്തിക്കുന്നത് ഇതൊക്കെ ആരെ കൊണ്ട് കഴിയും? എൻ്റെ ബലഹീനത എനിക്കല്ലേ അറിയുള്ളൂ, ബ്രദറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, എൻ്റെ കാര്യം എനിക്കേ അറിയുള്ളൂ, നമ്മളെ കൊണ്ട് വല്ലോ ഇത് പറ്റുമോ എന്നൊക്കെ പിന്നെയും ഒരു ആകുല ചിന്തയെ മനസ്സിൽ താലോലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ധൈര്യത്തിനായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കും എനിക്കും ഒരു സഹായിയുണ്ട്. And any brother or sister who's having these thinking and anxious thought that we could say all these things over here, but the weakness that I have, nobody knows. But I want to encourage you in this, that we have a Heavenly Father who is there to back us up. നമുക്കുള്ള ആ നമ്മളെ സഹായിക്കുന്ന ആ സഹായി ആരാണ്? പരിശുദ്ധാത്മാവാണ്. And who is the helper who will help us? It is the Holy Spirit. എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. 18 മുതൽ 21 വരെയുള്ള 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. We could turn to Ephesians chapter 5 from verse 18 to 20. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനു പകരം നമ്മൾ എന്താ കുടിക്കണം? ആത്മാവ് നിറഞ്ഞവരായി മുന്നോട്ട് പോകണം. It says that do not be drunk with wine, but be filled with the Spirit. എന്നിട്ട് ആ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? സങ്കീർത്തനങ്ങള്, സ്തുതികള്, ആത്മീക ഗീതങ്ങള്, ഹൃദയങ്ങളിൽ കർത്താവിന് പാട്ട്, കീർത്തനം, ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം, നന്ദി, അത് ചെയ്തു കൊള്ളുവീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And after being filled with the Spirit, it says that we need to speak to one another in psalms and hymns and spiritual songs, singing and making melody in your heart to the Lord, giving thanks always for all things to God the Father in the name of our Lord Jesus Christ. അപ്പോൾ നമ്മൾ നോക്കുക, എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി ഒരു പൂർണ്ണതയെ അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗവും പറഞ്ഞിട്ടുള്ള, എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും ഒരു 100% അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും നന്ദി പറയാൻ കഴിയുമോ? നമ്മളിത് വായിക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. When we read this, we might think that are we able to give 100%
when it's saying that giving thanks for all things, are we really able to give this 100%? This is what a thought can come into our hearts. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും ഇതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മളായിരിക്കുമ്പോൾ നമുക്കിത് കഴിയും. നമുക്കൊരു സഹായിയെ തന്നിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. But even if it's not possible with us, but when we are filled with the Holy Spirit, it is possible. And this is the helper that the Lord has given us before leaving from this earth. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ചൊരു വ്യക്തത വേണ്ടതുപോലെ ഇല്ല എന്ന് തോന്നാറുണ്ട്. I assume that when I speak about the Holy Spirit, many of us do not have a clarity on who is he. നോക്ക്, നമ്മള് ക്രിസ്തീയതയിലേക്ക് വരുന്നത് നമ്മൾ രക്ഷയിലൂടെയാണല്ലോ നമ്മൾ ക്രിസ്തീയതയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സഭയിലേക്ക് വരുന്നത്. When we are coming to the Lord, it is through salvation that we are being born again, and we are being devoted to the church. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരികയും അതിൻ്റെ ഒരു അധിവാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. And when we are being saved, the Holy Spirit indwells in our life, in our heart. വളരെ പ്രസിദ്ധമായ വാക്യം 1 കൊരിന്ത്യർ 12:3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1 കൊരിന്ത്യർ 12:3. And we know this very well-known verse in 1 Corinthians 12 verse 3. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ലെന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. Over here Paul writes that no one can say that Jesus is Lord except by the Holy Spirit. നമ്മൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നത് എപ്പോഴാണ്? When is the time when we receive Jesus as our Lord? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ്. ഒരു വീണ്ടും ജനനത്തിൻ്റെ സമയത്താണ് കർത്താവിനെ നമ്മൾ രക്ഷകനായിട്ട്, കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നത്. Only when we are being saved, when we are being born again, is when we are receiving Jesus as Lord in our heart. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ അത് കഴിയുകയില്ല എന്നാണ് 1 കൊരിന്ത്യർ 12:3 പറയുന്നത്. So when we are being saved in that manner, so we cannot say that Jesus is Lord except by the Holy Spirit. This is what 1 Corinthians 12 is mentioning. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വരികയും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. And in the same way, when we are being saved, it's when the Holy Spirit comes and dwells in our heart, and the Holy Spirit starts working in our lives. പക്ഷേ എഫേസ്യർ 5:18-20 വരെ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കേവലമായ ഒരു അധിവാസത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആത്മാവ് നിറഞ്ഞവരവാകുവീൻ, ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, അങ്ങനെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. But when we come to Ephesians, it is not only just saying that the Spirit is dwelling with us, but it is being filled. We are being filled with the Spirit. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അധിവാസം ഉണ്ടായി എന്നതുകൊണ്ട് തൃപ്തിപ്പെടരുത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലെ നമുക്ക് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നന്ദിയോടെയും ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. My dear brothers and sisters, we need not be satisfied by the presence of the Holy Spirit in our lives, but we need to be really filled with the Spirit. So then only we could be really thankful and joyful in this distressing and tough times. എഫേസ്യർ 5:18-20 നമ്മൾ വായിച്ചത്, എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും നന്ദി പറയാൻ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറമുണ്ടെങ്കിലേ നമുക്ക് കഴിയുള്ളൂ എന്നാണ് നമ്മൾ വായിച്ചത്. We read in Ephesians 5:20 that only when we are genuinely filled with the Holy Spirit's presence is when we could really give thanks for all things in all circumstances. നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ആ നിലയിൽ നമുക്കുണ്ടെന്ന് അതൊരു അനുഭവമായിട്ട് നമുക്കുണ്ടോ? And even individually, do we have the genuine filling or the indwelling or filling of the Holy Spirit? Do we really have that in our individual lives?
പരിശുദ്ധാത്മ നിറവെന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ ലോകത്തെ ആ, ആ, ചില വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെതാണ്, നമ്മുടേതല്ല എന്ന് നമ്മൾ ചിലരെ കരുതിയിരിക്കുന്നത്. And we think that in the Christendom, it is only the filling of the Holy Spirit or the presence of the Holy Spirit is only given for certain Christians, and it's not for us. And that's what we sometimes think. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടണമെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും നന്ദി പറഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന സഹായിയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെട്ട് അവനാൽ നയിക്കപ്പെട്ട് നമ്മൾ ജീവിക്കണം എന്നാണ് നമ്മളിവിടെ ചിന്തിച്ചത്. My dear brothers and sisters, we have been meditating that when we are only being filled with the Holy Spirit is where we could really face these adversities and the things of this world, where we could really have to give thanks in all things and being thankful in everything. അങ്ങനെ ഒരു ആത്മനിറവിന്റെ ഒരു അനുഭവം ഇല്ലാത്തവർ ആ അനുഭവം പ്രാപിപ്പാൻ എന്താ ചെയ്യേണ്ടത്? And if anyone who does not have the fullness of the Holy Spirit, what should they do to receive this fullness? നമുക്ക് സഹായിയെ തരാമെന്ന് പറഞ്ഞത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. ആ പിതാവിന്റെ അടുത്ത് തന്നെ ചെന്ന് നമുക്ക് ചോദിക്കാമല്ലോ. And the person who have given the promise to give us the helper is our Heavenly Father. So we could go to Him and ask Him. നമുക്ക് ചെന്ന് നമ്മുടെ കർത്താവിനോട്, നമ്മുടെ സ്വർഗീയ പിതാവിനോട് നമുക്ക് ആത്മനിറവിൻ്റെ ഒരു ജീവിതം, ഈ കാലഘട്ടത്തിൽ കർത്താവെ എനിക്ക് അതല്ലാതെ പറ്റുകയില്ല എന്ന് വ്യക്തിപരമായി ചോദിച്ച് ആ അനുഭവം യാഥാർത്ഥ്യമാക്കി നമുക്ക് ജീവിക്കാൻ കഴിയും. And we could truly go to our Lord and our Father in heaven and ask the Father that give us this fullness of the Holy Spirit. So this would be a true realization, true reality in each and every one of our life. പക്ഷേ അതിന് ചില പടികളൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. And we know there are some few steps that are mentioned in the Word of God, but I do not want to go in detail right now. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് വേണം? അത് കിട്ടണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു ദാഹം വേണം. And the Lord has told that those who are really thirsty can come and drink from Him. That's the only way we could receive the Holy Spirit. അതുപോലെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് നമ്മൾ കാണുമ്പോൾ ഈ കാര്യം ശരിയാണെന്നും ഇതൊന്നും നിന്നു പോയിട്ടില്ലെന്നും നമ്മൾ വിശ്വസിക്കണം. And the Lord has told that he who believes out of his heart will flow rivers of living water. So we need to have faith that these things have never stopped, but this is still alive till date. ഇതിന്റെ അടയാളങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ചുറ്റുപാടും ഒക്കെയുള്ള പല ആ നിലയിലുള്ള തീവ്രവാദപരമായ പല ക്രിസ്തീയ സമൂഹങ്ങളും പലതും പറയുമ്പോൾ അതൊന്നും ആ നിലയിൽ എടുത്തില്ലെങ്കിലും നമുക്ക് വേണ്ടത് എന്താ? ആത്മാവിന്റെ ആ ഒരു ശക്തി, ആ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ, ദാഹത്തോടെ നമ്മുടെ കർത്താവിനോട് ചോദിക്കണം. Even when in the Christendom there are some Christians who might take it very radically, but we can really go to the Lord and ask for the genuine indwelling of the fullness of the Spirit, so that we could truly go to Him by faith and with a true thirst for the Holy Spirit. എബ്രായർ 6:12 നമ്മൾ അതിനുവേണ്ടി നമ്മൾ ക്ഷമയോടെ, ഈ വാഗ്ദത്തത്തിന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അതിനോട് പിന്നെയും ചോദിക്കാനായിട്ട് അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. In Hebrews chapter 6 verse 12, it's saying that we should not become sluggish, but through faith and patience we need to inherit these promises. ഒരു വട്ടമോ രണ്ട് വട്ടമോ ദൈവത്തോട് ചോദിച്ചു, അല്ലെ ദൈവത്തിന്റെ അടുത്ത് ചെന്നു, കിട്ടിയില്ല എങ്കിലും നമ്മൾ പിന്നെയും വ്യക്തിപരമായിട്ട് നമ്മൾ കർത്താവിനോട് ചോദിക്കുകയും അതിനായിട്ട് നമ്മൾ ക്ഷമയോടെ നിൽക്കുകയും വേണം എന്നാണ് ആ ഭാഗം പറയുന്നത്. Over here it clearly mentions that maybe once or twice we have asked if we have not got it, but doesn't mean that we stop, but we need to go to Him through faith and through patience. We need to inherit these promises. അപ്പൊ നോക്കുക, വിശ്വാസത്താലും, നമ്മൾ 6:12 വായിക്കുന്നത്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വേണം നമ്മൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ. And we read here in Hebrews chapter 6 verse 12, it is only through faith and patience
we can inherit these promises. നമ്മൾ ആ നിലയിൽ ദാഹത്തോടെ, വിശ്വാസത്തോടെ, ക്ഷമയോടെ ഈ നിലയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിക്കായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനോട് ചോദിക്കാം. And in the same way, we could truly go to our Heavenly Father through genuine thirst, genuine faith, and patience, so that we could really ask the Father to give us the fullness of the Holy Spirit. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ സങ്കീർത്തനവും സ്തുതികളും ആത്മീയ ഗീതങ്ങളും കീർത്തനവും ഒക്കെ ആയിട്ട് സ്തോത്രവും ഒക്കെ അർപ്പിച്ച് എല്ലാറ്റിനും വേണ്ടിയും എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞു ഒക്കെ ആകുല ചിന്തയില്ലാതെ ജീവിക്കാൻ അപ്പോൾ മാത്രമേ കഴിയുള്ളൂ. Only when we are having the fullness of the Holy Spirit is where we could give thanks and praise and giving singing in psalms and giving thanks in all circumstances and having no anxious thoughts. We could live a life like that. ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷനിൽ മുന്നോട്ട് പോകാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. And to go and to have a simple and pure devotion, the Holy Spirit will truly help us. അങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അതിനായിട്ട് വിശ്വാസത്തോടെ, ദാഹത്തോടെ, ക്ഷമയോടെ കർത്താവിനായിട്ട് ചോദിക്കുകയും അതിനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യണം. And in these times, if any one of us is not having this promises, we could go to the Lord with true thirst, with faith and patience, so that we could truly inherit these promises what the Lord has given us. ഇങ്ങനെയുള്ള ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനത്തിൽ തന്നെ ഇതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. And we see that we should not grieve the same Holy Spirit in Ephesians chapter 4. 4:30 വാക്യം നോക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. It reads in chapter 4 verse 30, and do not grieve the Holy Spirit of God, by whom you were sealed for the day of redemption. പ്രിയപ്പെട്ടവരെ, കണ്ടോ അവിടെ നമ്മൾ ആ പാരഗ്രാഫ് 25 മുതൽ എഫേസ്യർ 4:25 മുതൽ 32 വരെയുള്ള ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനെ ദുഃഖിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവിടെ നമ്മളോട് പറയുന്നുണ്ട്. My dear brothers and sisters, we could see in Ephesians chapter 4 verse 25 to 32 the responsibility that God has given us by how we shouldn't grieve the Holy Spirit. That is the responsibility that the Lord is giving us. അവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അതിന്റെ 27 പറഞ്ഞിരിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. And in verse 27, one of the ways where we could grieve the Holy Spirit, it mentions in verse 27, do not give place to the devil. നമ്മള് 2 കൊരിന്ത്യർ 11 നമ്മളുടെ കുറിവാക്യത്തില് നമ്മൾ കണ്ടല്ലോ, ഹവ്വ എന്ത് ചെയ്തു? പിശാചിന് ഏദൻ തോട്ടത്തിൽ ഇടം കൊടുത്തു. അതുകൊണ്ട് അവളുടെ ദൈവത്തോടുള്ള ആ ഭക്തിയെ ആ നിലയിൽ അപഹരിച്ചു കളഞ്ഞു. ആ കാര്യം നമ്മളവിടെ വായിച്ചു. We have read earlier in the main verse in 2 Corinthians chapter 11 that it was Eve who gave place to the devil, and it was through the deception that she had left God. പിശാചിന് ഇടം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? അവന് ഇതെല്ലാം, നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം അവന് മോഷ്ടിച്ചു കൊണ്ടുപോകും. If we give place to the devil, what would he do is he would steal all our good things and go away. യോഹന്നാൻ 10:10 വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ. John chapter 10 verse 10 is a very famous verse. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. In John 10 verse 10 it says that the thief does not come to steal, kill and destroy. കണ്ടോ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പിശാച് അവന് ശ്രമിക്കും. അവന് നമ്മൾ ഇടം കൊടുക്കരുത്. We could see that when we give place to the devil, he will take away, he will try to steal the power of the Holy Spirit from us. നമ്മൾ ഈ യോഹന്നാൻ 10:10 നോക്കുക. അതിന്റെ മറുവശത്ത് കർത്താവ് വന്നേക്കുന്നത് എന്തിനാ?
അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് കർത്താവ് വരുന്നത്. കർത്താവ് ആ നിലയിൽ പോസിറ്റീവായ കാര്യം നമ്മെ ശക്തിപ്പെടുത്താനും സമൃദ്ധിയായ ജീവൻ തരാനും കർത്താവ് ശ്രമിക്കുമ്പോൾ പിശാച് കണ്ടോ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും നമ്മുടെ ആ ശക്തിയെ ചോർത്തിക്കളയാനുമാണ് അവൻ ശ്രമിക്കുന്നത്. We could see the exact opposite thing what the Lord is coming to do in the same verse, that He is coming to give us life and life in abundance, to strengthen us, to be filled with the Holy Spirit. But whereas the devil would come to kill, steal, and destroy. അപ്പോൾ ആ പിശാചിന് നമ്മൾ ഇടം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? നമ്മുടെ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് അതിൻ്റെ ശക്തിയെ കുറയ്ക്കാനൊക്കെ ആയിട്ട് അവൻ ശ്രമിക്കും എന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. So what does it mean in this paragraph is that when we give place to the devil, he can take away or steal the Holy Spirit, or to reduce the power of the Holy Spirit from our lives and make us grieve the Holy Spirit. നമ്മൾ നോക്കുക, അവൻ്റെ ചില ചരക്കുകളെ കുറിച്ച്, അതായത് ഈ കള്ളനായ പിശാചിൻ്റെ അവൻ്റെ സ്വന്തമായിട്ടുള്ള അവൻ്റെ ചില ചരക്കുകളെ കുറിച്ച് അതിൻ്റെ 31-32 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. We could see the devil's habits or his outward expressions in 31 and 32. 31. അവിടെ കണ്ടോ, കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, ദുർഗുണം, ഇങ്ങനെയൊക്കെയുള്ള ക്ഷമിക്കാത്ത മനോഭാവം, ദയയില്ലാത്ത മനോഭാവം, മനസ്സലിവില്ലാത്തത്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ പിശാചിൻ്റെ ചരക്കുകളാണ്. അത് അവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അവൻ അതിന് അവകാശം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവൻ അവിടെ ഇടം കിട്ടും. നമ്മൾ ഈ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്, അവൻ ഇടം കൊടുക്കരുത്. In verse 31, it says that these are the devil's goods, or the attitudes that when we keep in our lives, where it says in verse 31, bitterness, wrath, anger, clamor, and evil speaking, all these things are of the devil. And when we give place to the devil, he can come and steal our joy away. നമ്മുടെ ഹൃദയത്തിൽ കയ്പ്, കോപം, ക്രോധം, ദൂഷണം, ദുർഗുണം ഇതൊക്കെ താലോലിച്ചാൽ പിശാച് പറയും ഇതൊക്കെ എൻ്റേതാണെന്ന് പറഞ്ഞ് അവൻ അതിന് അവകാശം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. And when we keep nurture bitterness, wrath, anger, and clamor, and evil speaking, we are actually the devil would come and tell us that this is his inheritance, and he would take away. And by doing that, we will also be grieving the Holy Spirit. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് 4:25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പിശാചിൻ്റെതായ പല കാര്യങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താനൊക്കും. And when you go home and read Ephesians chapter 4 verse 25 to 32, we could see the many things what the devil possesses. We could read in these verses. 4:25 ഭോഷ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. In 25 verse 25, it's telling about lies. അതിൻ്റെ കോപം വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. In verse 26 is written about keeping anger. അലസതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. It's in verse 20 it's telling about being lazy. ആകാത്ത വാക്കിനെ കുറിച്ച് പറയുന്നു. And it's telling about any word that is not without grace. 31 വാക്യത്തിലേക്ക് വരുമ്പോൾ കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, ദുർഗുണം, ക്ഷമിക്കാത്ത മനോഭാവം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. And in verse 31 it speaks about bitterness, wrath, anger, clamor, and evil speaking is what has been mentioned over here. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പിശാചിൻ്റെതായ അവൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. നമ്മൾ അതുണ്ടെങ്കിൽ അവൻ അവകാശം പറഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവിന് അത് ദുഃഖമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. My dear ones, all these mentioned traits are of the devil. These are the inheritance of the devil. And if we are to nurture them, he would come asking for his inheritance and gradually leading us to grieve the Holy Spirit. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ
11-ാമത്തെ വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നു. In 2 Corinthians chapter 2, verse 11, it says that lest Satan should take advantage of us, we are not ignorant of his schemes. അവിടെ സാത്താനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ 2:10 എങ്ങനെയാണ് സാത്താൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കാണുന്നത്? ക്ഷമിക്കാത്ത ഒരു മനോഭാവമാണ് 2:10 പറയുന്നത്. We could see in the very verse, just previous verse in verse 10, how could we have the influence of Satan is an unforgiving heart. നമ്മൾ ആരോടെങ്കിലും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാത്ത ഒരു മനോഭാവം സൂക്ഷിക്കുന്നെങ്കിൽ നമ്മൾ പിശാചിൻ്റെ തന്ത്രത്തിന് ഇരയായി പോവുകയാണ്, അവൻ ഇടം കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. If we are having an unforgiving attitude with any one person in this world, we are actually giving place to the devil, and we are being trapped in his schemes, in his devices, and we are grieving the Holy Spirit. 1 തീമോഥെയോസ് 3:6 പിശാചിനെ കുറിച്ച് പറയുന്നു. പിശാചിന് ശിക്ഷാവിധിയെക്കുറിച്ചും പിശാചിനെ കുറിച്ചും അവിടെ പറയുന്നു. In 1 Timothy chapter 3, it mentions about Satan and about his. In 1 Timothy chapter 3 verse 6, it reads about his downfall and his condemnation. അവിടെ അവന്റെ ഇതായിട്ട് പറഞ്ഞേക്കുന്നത് നിഗളമാണ്. And the attitude the devil had was pride, puffed up. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ലൂസിഫറിനെ പിശാചാക്കിയത് നിഗളമാണ്. And dear ones, we know that Satan, the Lucifer became Satan because of pride. ചുരുക്കത്തില് പ്രിയപ്പെട്ടവരെ, ഈ പിശാചിന്റെ എല്ലാ നിലയിലുള്ള കാര്യങ്ങളും, നിഗളമാകട്ടെ, ഭോഷ്കാകട്ടെ, കയ്പ് ക്രോധമാകട്ടെ, എല്ലാ കാര്യങ്ങളും, ക്ഷമിക്കാത്ത മനോഭാവമാകട്ടെ, ഇതിനൊന്നും നമ്മിൽ ഇടമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. My dear ones, all these traits of the devil, be it anger, clamor, wrath, unforgiveness, pride, make sure that we do not have anything associated with these things. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ അനുവദിക്കാതിരിക്കുക. And all these things which can grieve the Holy Spirit, we should ensure that we do not encourage all these attitudes. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനവും ആ നിലയിൽ പോസിറ്റീവായ കാര്യങ്ങളുള്ള ഒരു ജീവിതമായിരിക്കണം ദൈവം അത് ആഗ്രഹിക്കുന്നു. And the Lord really wants us to have in our Christian life is a positive and a joyful Christian walk. അങ്ങനെ ഒരു ജീവിതം ജീവിപ്പാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായിയായിട്ടും തന്നിരിക്കുന്നു. And to live such a life, the Lord has given the Holy Spirit as a helper. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ഏകാഗ്രതയും നിർമ്മലതയും ഉള്ള ഒരു ബന്ധം വർദ്ധിച്ചു വരും. And when we are genuinely relying on the Holy Spirit, when we really are longing to be filled with the Holy Spirit, that is when we are having a pure and simple devotion to the Lord, which will increase day by day. നമ്മുടെ ആ യാത്രയിൽ നമ്മളെ തകർക്കാൻ നമുക്കൊരു എതിരാളി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. And in this journey, we know that there is an enemy who wants to destroy us. അത് നമ്മൾ ആ നിലയിൽ 2 കൊരിന്ത്യർ 11:3 കണ്ടതുപോലെ ഹവ്വായുടെ അടുത്ത് വന്ന അതേ പിശാച് തന്നെയാണ്. And as we have mentioned in 2 Corinthians chapter 11, it is the same enemy, Satan, who came to Eve, is the same one who is coming to us. പക്ഷെ അവൻ്റെതായ കയ്പ്, ക്രോധം, ക്ഷമിക്കാത്ത മനോഭാവം, നിഗളം, ഇതൊക്കെ നമ്മൾ താലോലിച്ചാൽ അവന് നമ്മൾ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. But all the traits like bitterness, anger, clamor, pride, when we are nurturing that in our lives, we are giving a place to the devil in our lives. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. We are grieving the Holy Spirit. അങ്ങനെ ചെയ്യാതിരിക്കാം. And we can be not do that also.
പിശാചിന് ഇടം കൊടുക്കാതിരിക്കാം. And we cannot give place to the devil. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാം. And even in these times, we can be filled with the Holy Spirit. We can really live by not grieving the Holy Spirit. അങ്ങനെ ദൈവത്തോട് കൂടുതൽ ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ ജീവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. And in that way, we can live in a pure and simple devotion with the Lord, and we can live a life of joy and happiness with the Lord. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഈ കേട്ട വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. We can surrender our lives in all these. We can surrender our lives in the God's presence in all these words that we have heard. കർത്താവിനോട് പറയാം, കർത്താവേ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ എനിക്ക് ഈ നിലയിൽ ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയില്ല. We can genuinely confess to the Lord, Lord, without the help of the Holy Spirit or the fullness of the Holy Spirit, we cannot have a simple and pure devotion to you. എന്നെ സഹായിക്കണേ എന്ന് നമ്മുടെ സ്വർഗീയ പിതാവിനോട് നമുക്ക് പറയാം. Lord, please help us. We could truly ask this to our Heavenly Father. അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ്, പറവയുടെയോ താമരയുടെയോ പിതാവല്ല, നമ്മുടെ പിതാവാണ്. Father, you are our Heavenly Father. You are not the father of the birds or the flower in the field. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ കർത്താവിനോട് ചോദിക്കാം. So we could confidently go and ask our Lord. പോസിറ്റീവായ ആ ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അഭയം തേടാം. And with a positive attitude, we could go in the presence of God. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ ധൈര്യവും വിശ്വാസവും നമുക്കുണ്ടാകട്ടെ. That we have an assurance that God will hear our prayers and He'll answer it. ഒരു ലളിതമായ നിർമ്മലമായ ഭക്തിയോടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ പിന്തുടരാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. And with a pure and simple devotion to the Lord, we could truly follow Him. And with all these words, we could live in these troublesome times. May the Lord help us. Amen.